ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു പള്ളിക്കാരൻസ് യൂട്യൂബ് ചാനൽ. ഇന്ന് പള്ളിക്കാരൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കല്ലൂരിലെ സെയിൻറ്റ് ആൻ്റണീസ് തീർത്ഥാലയത്തിലാണ്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിലെ കത്രിക്കടവിലുള്ള സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവക ദേവാലയത്തിൻ്റെ കീഴിലെ ഒരു സുപ്രധാന അന്തോണീസ് പുണ്യാളൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കല്ലൂരിലെ ഈ തീർത്ഥാലയം. അനേകം വിശ്വാസികളാണ് ഈ ഒരു തീർത്ഥാലയത്തിൽ വന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥ സഹായം തേടി ചൊവ്വാഴ്ചയിലും ഈ തീർത്ഥാലയത്തിൻ്റെ തിരുനാൾ ദിവസങ്ങളിലും കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു എറണാകുളം ഈ ഒരു മെട്രോ ഒക്കെ പോകുന്ന ഈ ഒരു റോഡിൽ അനേകം യാത്രക്കാരിങ്ങനെ പോകുമ്പോൾ ഒരു നിമിഷം ഈ പുണ്യാളൻ്റെ മുൻപിൽ ഒന്ന് ഹൃദയത്തിൽ കൈവെക്കാതെ ഇരുന്നില്ല. ഞാനിങ്ങനെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ വിശ്വാസികളൊക്കെ ഇങ്ങനെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതും പിന്നെ ജോലി കഴിഞ്ഞ് വന്ന് എൻ്റെ പുണ്യാളാന്ന് പറഞ്ഞ് വന്ന് ഓരോ വിശ്വാസികൾ ഒരു തിരി കത്തിച്ചുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു തീർത്ഥാലയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൊച്ചു കുരിശടിയുണ്ട്. അപ്പോൾ ഈ കുരിശടിയിൽ പുണ്യാളൻ്റെ രൂപം, അതൊരു ജീവൻ തുടിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവൻ തുളുമ്പുന്ന കണ്ണുകളുള്ള ഒരു പുണ്യാളൻ്റെ രൂപമാണ്. അപ്പോൾ ഈ രൂപത്തിന് മുൻപിൽ മെഴുകുതിരികളേന്തി പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസികളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു ഭക്തി തീഷ്ണത ഉളവാക്കും. നമുക്കിനി ഈ ദേവാലയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. വളരെ വിശാലമായ ഒരു തീർത്ഥാലയമാണ് ഈ ഒരു കല്ലൂരിലെ തീർത്ഥാലയം. ഈ ദേവാലയത്തിൻ്റെ സീലിംഗ് ഭാഗം നമുക്ക് കാണുമ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിത്രീകരണവും പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ വിശുദ്ധ അന്തോണീസ് ഉണ്ണീശ്വരനെ കൈകളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം. കൂടാതെ തന്നെ ഈ ദേവാലയത്തിൻ്റെ ഈ ഒരു തീർത്ഥാലയത്തിൻ്റെ ചുറ്റിലും അനേകം പെയിൻറ്റിങ്സ്, കുറേ അത്ഭുതങ്ങൾ പുണ്യാളൻ ചെയ്തതിൻ്റെ ഒക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ അൾത്താര എന്ന് പറയുമ്പോൾ മാലാക്കന്മാരൊക്കെ ഇങ്ങനെ ചുറ്റിലും നിൽക്കുന്ന ക്രൂശിത രൂപത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു നല്ലൊരു മനോഹരമായ ഒരു അൾത്താരയാണ് നമുക്കിവിടെ കാണാവുന്നത്. നോക്കിയപ്പോൾ ഈ അൾത്താര ഭയങ്കര പൊക്കത്തിലായിരിക്കുന്നത്, ഒരുപാട് സ്റ്റെപ്പും ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത്രയും പൊക്കത്തിൽ എന്തിനാണ് ഈ ഒരു അൾത്താര ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അടുത്ത് നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഈ അൾത്താരയുടെ അടിയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ആ ഒരു മരണ നിമിഷത്തിൻ്റെ ആ ഒരു സീൻ, കുറേ രൂപങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ രൂപങ്ങൾ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ അൾത്താരയുടെ തൊട്ടടിയിലായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ അൾത്താരയുടെ വലത് ഭാഗത്തായിട്ടാണ് വിശുദ്ധ അന്തോണീസിൻ്റെ പ്രധാന തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ പഴക്കമുള്ള ഒരു തിരുസ്വരൂപമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു പുണ്യവാളൻ്റെ ഭയങ്കര വഴക്കമുള്ള ഈ തീർത്ഥാലയത്തിലെ ഒരു സുപ്രധാന തിരുസ്വരൂപമാണ് ഇത്. ഈ തിരുസ്വരൂപത്തിൻ്റെ ഓടത്ത് ചേർന്ന് തന്നെ ഇവിടെ ഒരു പീഠത്തിൽ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. തീർത്ഥാലയത്തിൻ്റെ വെളിയിൽ ഒരുപാട് ദിക്കുകളിൽ അല്ലെങ്കിൽ ഒരുപാട് മൂലകളിലൊക്കെ ആയിട്ട് വിശുദ്ധൻ്റെ ഓരോരോ രൂപങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോരോ കൊച്ചു കൊച്ചു രൂപക്കൂടുകളിലായിട്ട് പുണ്യാളൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകമായൊരു തിരുസ്വരൂപം അവിടെ ഒരു മരിയഭക്തനായ പുണ്യാളൻ്റെ ഈ ഒരു തീർത്ഥാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ മാലകൾ ഇടുവാനും നേർച്ചകൾ സമർപ്പിക്കുവാനും നേർച്ചകൾ സ്വീകരിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഓരോരോ ഇങ്ങനെ പോയിന്റുകൾ, നമുക്ക് തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പോയിന്റുകളൊക്കെ നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്പേസും ഉണ്ട്, ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. അവിടെയും ആൾക്കാർ വിശ്വാസികൾ വന്ന് നിന്ന് ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ TV സ്ക്രീനിലൂടെയൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അവിടെ തന്നെയാണ് ഈ ഒരു കുമ്പസാരം കൊടുക്കുന്നതും പിന്നെ പ്രത്യേകമായ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഓഡിറ്റോറിയം പോലത്തുള്ള ഈ ഒരു സ്പേസും ഈ തീർത്ഥാലയത്തിന് നടുവിലായിട്ട് റോഡുണ്ട്. ഈ റോഡിലൂടെ നമുക്ക് നേരെ പോകുമ്പോൾ അഡോറേഷൻ ചാപ്പലൊക്കെ കാണാം. The life of the body is the soul. The life of the soul is the Christ. ശരീരത്തിൻ്റെ ജീവൻ ആത്മാവാണ്, ആത്മാവിൻ്റെ ജീവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും ക്രിസ്തുവിനെ പോലെ പ്രഘോഷിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സുവിശേഷത്തെ പ്രഘോഷിക്കുകയും ചെയ്ത ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയായ ഈ വിശുദ്ധാത്മാവ് അനേക അത്ഭുതങ്ങൾ ചെയ്തു വെറും 1 വർഷം കൊണ്ട് വിശുദ്ധ പദവിയിലേക്ക് ചവിട്ടിക്കയറിയ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ, നമ്മുടെ പൂർവികരൊക്കെ മധ്യസ്ഥം തേടുന്ന ഒരു പുണ്യാളനാണ് വിശുദ്ധ അന്തോണീസ്. അപ്പോൾ അതുപോലെ തന്നെ അഴുകാത്ത നാവ് കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുകയും
ഇന്ന് ഓരോ തീർത്ഥാടനം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും, വിശുദ്ധ അന്തോനീസിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഈ ഒരു തിരുശേഷിപ്പ്, അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലൊരു തീർത്ഥാടന കേന്ദ്രമാണ് അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഈ ഒരു കല്ലൂരിലെ തീർത്ഥാലയം. വിശുദ്ധൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. വിശുദ്ധൻ്റെ മധ്യസഹായം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ, എൻ്റെ ജീവിതത്തിലുണ്ടാവട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പുണ്യാണ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു ദേവാലയത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് പള്ളിക്കാരൻ വീണ്ടും എത്തുന്നതായിരിക്കും. സോ ബൈ ദ ബൈ. കേന്ദ്രമീ പുണ്യാലയം തീർത്ഥാടകർക്കെന്നും ശാന്തിഗേഹം. കലൂരിൽ വാണിടും പുണ്യവാനന്തോനിയേ, നിരാശ്രയർക്കെന്നും അഭയമേകിടും. ആശാ കേന്ദ്രമീ പുണ്യാലയം. തവ പാതേ ഓടിയണയുന്ന നീറും മനസ്സുകൾക്കാശ്വാസം നീ. കരയുന്ന മക്കൾ തൻ കണ്ണീർ തുടയ്ക്കുവാനുണ്ണിയോടെന്നും നീ പ്രാർത്ഥിക്കണേ. കരയുന്ന മക്കൾ തൻ കണ്ണീർ തുടയ്ക്കുവാനുണ്ണിയോടെന്നും നീ പ്രാർത്ഥിക്കണേ. അന്തോനീസേ കൈവിടല്ലേ, മാധ്യസ്ഥ്യമേകണേ എന്നുമെന്നും. അന്തോനീസേ കൈവിടല്ലേ, മാധ്യസ്ഥ്യമേകണേ എന്നുമെന്നും. ആശാ കേന്ദ്രമീ